the Lord. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit, holy, holy, Holy Spirit. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. റൂഹായേ 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 അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit, holy, holy, Holy Spirit. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഷെക്കന ടെലിവിഷൻ ശുശ്രൂഷയോടൊപ്പം വയനാട്ടിലെ പള്ളിയുടെ അൾത്താരയിൽ വലിയ അഭിഷേകത്തോടെയാണ് സുവിശേഷ അഗ്നി ശുശ്രൂഷ ഇന്ന് ഈ ദൈവ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്നതാണ്, ഈ ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യമെന്താ? പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണ്. നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാ, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാ. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാക്കേണ്ടത്. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മുടെ ജീവിതം ബന്ധപ്പെടുമ്പോൾ നമ്മൾ അസാധാരണക്കാരായിട്ട് മാറും. ഉദാഹരണം നമുക്കറിയാം, വിശുദ്ധ അന്തോനീസ്, പാതുവായിലെ അന്തോനീസിനെ കുറിച്ച് അറിയാത്തതായിട്ട് ആരുമില്ല. അന്തോനീസ് പുണ്യാളൻ്റെ ചെറുപ്പത്തിലുള്ള പേര് ഫെർണാണ്ടോ എന്നാണ്. നമുക്കറിയാം, ലിസ്ബണിൽ, പോർച്ചുഗലിലെ വലിയൊരു പ്രഭു കുടുംബത്തിൽ പിറന്നതാണ്. ലിസ്ബണിലെ മജിസ്ട്രേറ്റിൻ്റെ മകനാണ്. വലിയ കൊട്ടാരവും 10,000-കണക്കിന് ഏക്കർ കൃഷിഭൂമിയൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ് അന്തോനീസ്. ഈ അന്തോനീസിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ തന്നെ ജോസഫ് എന്ന് പറയുന്ന അഗസ്റ്റീനിയൻ അച്ഛനുമായിട്ടുള്ള ബന്ധം നിമിത്തം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റേത്. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോനീസിൻ്റെ കുഞ്ഞു ജീവിതത്തിൽ വരെ കുഞ്ഞു അനുഭവങ്ങൾ. ഒരിക്കൽ വിശുദ്ധ അന്തോനീസ്, അതായത് കുഞ്ഞ് ഫെർണാണ്ടോ, അദ്ദേഹത്തിൻ്റെ അപ്പനും കൂടി അവർ വേനൽക്കാല വസതിയിൽ പോയിരിക്കുക. അതായത് വലിയ ചൂടുള്ള കാലത്ത് അവർ മലമുകളിൽ കൃഷിയിടങ്ങളിലുള്ള വീടുകളിലേക്ക് താമസം മാറ്റും. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ കൃഷിഭൂമി കൊയ്യാനായിട്ട് പാകമായിട്ട് നിൽക്കുന്ന ഒരു വലിയ വയലുകളാണ്. അവിടെ ഈ അപ്പം നോക്കിയപ്പോൾ ഒരു ഗണം തത്തകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പൻ കുഞ്ഞ് അന്തോനീസിനോട് പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കണം, കാരണം ഇവിടെ നിന്നില്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഈ തത്തകൾ വന്ന് ഈ കൃഷിഭൂമി മുഴുവൻ ഈ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം തിന്നു തീർക്കും. അങ്ങനെ പറഞ്ഞിട്ട് പോയി. ഇത് ശരിക്കും കുഞ്ഞ് അന്തോനീസിന് പരിശീലനം കിട്ടാൻ വേണ്ടിയാ, അവിടെ പണിക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല.
പക്ഷേ ഈ കുഞ്ഞന്തോനീസ് ജോസഫ് എന്ന അഗസ്റ്റീനിയൻ അച്ഛനുമായിട്ടുള്ള ബന്ധം നിമിത്തം വലിയ ആത്മീയ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. കുഞ്ഞന്തോനീസ് അവിടെ നിൽക്കുന്നതിനേക്കാൾ ആഗ്രഹിച്ചത് തൊട്ടടുത്തുള്ള കപ്പേളയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുൻപിലേക്ക് പോകാനാണ്. ഇപ്പം കുഞ്ഞുനാൾ മുതൽ തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടുക. ഇപ്പം ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അന്തോനീസിനാണ് അപ്പനെ ധിക്കരിക്കാനും വയ്യ, പള്ളി പോകാതിരിക്കാനും വയ്യ. ഉടനെ കുഞ്ഞന്തോനീസ് ആ തത്തഗണത്തോട് പറഞ്ഞു അത്രേ, അല്ലയോ മാലാഖമാരെ, നിങ്ങൾ വേഗം തന്നെ അവിടെയുള്ള ഒരു കൂട്ടിലേക്ക് കയറിക്കൊള്ളുക. എനിക്ക് അപ്പനെ അനുസരിക്കണം, അതേ സമയത്ത് തന്നെ എനിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. അവിടെ അപ്പം വന്നപ്പോൾ തത്തകളൊന്നും കാണുന്നില്ല, അന്തോനീസിനെയും കാണുന്നില്ല. തത്തകളെല്ലാം കൂടി ഒരു കൂട്ടിലായിരിക്കുന്നു. അന്തോനീസിന് വേണം അടുത്തുള്ള കപ്പേളയിൽ ഈശോയുടെ മുൻപിൽ കരങ്ങൾ കുപ്പിപ്പിടിച്ച് നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ നോക്കിക്കേ, സാധാരണക്കാരെ വരെ അസാധാരണക്കാരാക്കാൻ തങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകം നമ്മൾ തിരിച്ചറിയുക. ഒരു ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാ. ഉദാഹരണത്തിന് 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6:19 പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ദൈവാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളെല്ലാ സാധാരണക്കാരായിട്ട് മാറുന്നത്. അതായത് ധാരാളം വരങ്ങൾ ഉപയോഗിച്ചിരുന്ന, ധാരാളം കൃപകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ നോക്കി പൗലോസ് ചോദിക്കുന്നുണ്ട്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിനക്കറിയാമോ? അത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് അനവധി വരങ്ങൾ, കൃപകളുള്ളത്. ഇങ്ങനെ വരങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറഞ്ഞ ആദിമ സഭയിലെ വിശ്വാസികളെ നോക്കി പൗലോസ്ലീഹ ചോദിക്കുക, മക്കളെ, നിങ്ങൾക്കറിയാമോ ഈ വരങ്ങൾക്കൊക്കെ കാരണം, ഈ നന്മയ്ക്കൊക്കെ കാരണം, നിങ്ങളിലൂടെ വരുന്ന എല്ലാ കൃപകൾക്ക് കാരണം നിങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമല്ല, ശരീരവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. നമ്മളെപ്പോഴും ഓർക്കും, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമുക്ക് ആനന്ദം, സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നാൽ പൗലോസ്ലീഹയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത്, നമ്മുടെ ശരീരത്തെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഇപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമുക്കറിയാം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് പതിയണം. നമ്മൾ ക്രിസ്ത്യാനി, നമ്മൾ സ്ഥൈര്യലേപന സമയത്ത് നമ്മുടെ മെത്രാൻ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നീ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ മുദ്ര നമ്മളിൽ പതിപ്പിക്കണം. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1:13-14 രക്ഷയുടെ സദ്വാർത്തയായ വചനം ശ്രവിക്കുകയും അവയിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരും പരിശുദ്ധാത്മാവിൽ മുദ്രിതരാണെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അത് നമ്മുടെ രക്ഷയുടെ അടയാളമാണ്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ ആത്മാവ് നമ്മെ തൊടണം. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. നമുക്ക് ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുടെ അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. ഇപ്പം നമ്മൾ അന്തോനീസിനെ കുറിച്ച് പറഞ്ഞു, ഭയങ്കരമായ അഭിഷേകമാണ് കിട്ടിയത്. ഒരുപാട് കഥകൾ അന്തോനീസിനെ കുറിച്ച് പിന്നീട് പറയാനുണ്ട്. നമുക്കറിയാം, അന്തോനീസിന്റെ ജീവിതം വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിയുമ്പോഴാണ് നമ്മളിലൂടെ അനവധിയായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്തോനീസ് എന്ന് പറയുന്ന സാധാരണക്കാരനായ വിശുദ്ധൻ്റെ ജീവിതം, ഞാൻ
ഇത് അന്തോനീസുവിനെ കുറിച്ചുള്ള പ്രസംഗമല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ അന്തോനീസുവിൻ്റെ ജീവിത കഥകൾ പറയാത്തത്. ഇത് നമ്മളിന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അന്തോനീസിൽ പ്രവർത്തിച്ച അത്ഭുതം പറയുകയുണ്ട്. അതേപോലെ നമ്മളിൽ വരങ്ങൾ, കൃപകളൊക്കെ നമ്മളിൽ നിന്ന് അസാധാരണമായ അത്ഭുതങ്ങൾ വരെ നമ്മളിൽ നിന്ന് ഒഴുകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മൾ പതിപ്പിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വരപ്രസാദമാണ്. വരപ്രസാദം നമ്മുടെ ചൈതന്യമാണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 1 മുതൽ 2 വരെ വിശുദ്ധ പൗലോസ് എഫേസുസിലെക്കാരോട് ചോദിക്കുന്ന ചോദ്യം, അപ്പോസ്തല പ്രവർത്തനം, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ, അതായത് മാമോദീസ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്നുള്ള ചോദ്യമാണ്. ഓരോ ക്രിസ്ത്യാനിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അന്ന് എഫേസുസിലെ ആൾക്കാർ അപ്പോസ്തല പ്രവർത്തനം നാം വായിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവോ അതാരാണ്, ഞങ്ങൾക്കറിയില്ലല്ലോ. നോക്കി, ഇതേപോലെയാണ് ഇന്ന് പല ക്രിസ്ത്യാനികളും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അതുകൊണ്ടാണ് വിശ്വാസം ആഴപ്പെടാത്തത്, പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, പഴയതുപോലുള്ള പ്രാർത്ഥനയുടെ അഭിഷേകമില്ലാത്തത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മളിൽ അധിക ബലം ലഭിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഇത് വെറുമൊരു വചനമല്ല, ഇത് നമ്മുടെ അനുഭവമാണ്. വിശുദ്ധന്മാരുടെ ജീവിതത്തിലൊക്കെ നാം കാണുന്ന വലിയ അഭിഷേകമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, ദൈവ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ശബ്ദം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം, നമ്മുടെ ജോലി, ഇതൊക്കെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുകയും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികളും മറ്റുള്ളവരും, പ്രത്യേകിച്ച് പഠന മേഖലകളിൽ പ്രയാസങ്ങളുള്ളവർ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മോനെ നീ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച്. പരിശുദ്ധാത്മാവ് ആരെന്ന് നിനക്കറിയാവോ? പരിശുദ്ധാത്മാവാണ് ബുദ്ധിയുടെ ഉറവിടം, പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധാത്മാവാണ് അറിവിൻ്റെ ഉറവിടം, പരിശുദ്ധാത്മാവാണ് ഓർമ്മശക്തി നൽകുന്നത്. അപ്പം നിന്നെ പഠിക്കാനുള്ള ആഗ്രഹം തരാൻ, ഉന്നതങ്ങളിൽ എത്തിക്കാൻ. ഇത് പഠന മേഖലയിൽ മാത്രമല്ല, ഏത് ജീവിത മേഖലകളിലുള്ളവരാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരും, ഒരാശ്വാസകനെ തരും. നമുക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ, നമുക്കൊരു അധിക ബലം ആവശ്യമുള്ളപ്പോഴാണ് നമുക്ക് സഹായകന് വേണ്ടത്. നമ്മളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സഹായകന് വരുന്നത്. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, കൃപകൾ കിട്ടും. പാപികളായിരുന്നോട്ടെ, നമ്മൾ കുറവുകളുള്ളവരായിക്കൊള്ളട്ടെ, നമ്മൾ ദുർബലരാകട്ടെ, അപ്രസക്തരാകട്ടെ, നമ്മൾ ആരുമല്ലാത്തവരായിക്കൊള്ളട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവിനോടൊരു തുറവി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ ജീവിതത്തെ അവ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പല വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് കൃപകൾ വരുന്നത്. ഉദാഹരണത്തിന് പരിശുദ്ധ മറിയത്തിനോട് മാലാഖ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ. മറിയം എന്ന് വിളിക്കുന്നതിന് മുമ്പ്, മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറയുന്നതിന് മുൻപ് ദൈവകൃപ നിറഞ്ഞവളെ. ദൈവകൃപ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ രൂപത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവൾ എന്നാണ് ദൈവം മറിയത്തെ വിളിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ്, അത്യുന്നതൻ്റെ ശക്തി അവളിൽ ഇറങ്ങി വന്ന് അവളിൽ അസാധാരണ കാര്യം പ്രവർത്തിച്ചതുപോലെ നമ്മളും ആഗ്രഹിക്കുകയാണ് അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തൊഴിലിൻ്റെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ ഇറങ്ങി വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴാണ് ഒരു റാഡിക്കൽ ചേഞ്ച്, വളരെ വിപ്ലവകരമായൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, നമ്മുടെ തൊഴിൽ മേഖലകൾക്ക്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം,
നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ അടുത്ത് വരുന്നവരെ പഠിപ്പിക്കുന്നവരെ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗാനങ്ങൾ ആലപിക്കാൻ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാൻ പറയാറുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് മേഖലയിലാണെങ്കിലും, അച്ഛൻ്റെ പൗരോഹിത്യ മേഖലയിലാണെങ്കിലും, എൻ്റെ ശുശ്രൂഷകൾക്ക് കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ എവിടെ കണ്ടാൽ, ആ രൂപം കണ്ടാലും ഒരു വലിയ പുതിയ അഭിഷേകമാണ്, പുതിയ അനുഗ്രഹമാണ്. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒരു അസാധാരണമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകുന്നതിന് സ്വർഗത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കത്തക്ക വിധം, ഫീല് ചെയ്യത്തക്ക വിധം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ക്രിസ്ത്യാനിയായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവില്ലാത്തവൻ നല്ല ക്രിസ്ത്യാനി അല്ല എന്ന് തിരിച്ചറിയണം. അപ്പം മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കത്തക്ക വിധമുള്ള ഒരു ആത്മീയ ഉയർച്ച നമുക്കുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് ക്രിസ്തു, എനിക്ക് ഈശോ ആര്, എൻ്റെ ഈശോ ആര്, ഈശോ എൻ്റെ രക്ഷകനാണ്, എനിക്ക് രോഗശാന്തി നൽകുന്നവനാണ്, എനിക്ക് ഡെലിവറൻസ് നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ്. ഇപ്പോൾ പൗലോസ്ലീഹ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് നിന്റെ ശരീരം എന്ന് നിനക്ക് ബോധ്യമുണ്ടോ എന്ന ചോദ്യം ഇന്ന് വ്യക്തിപരമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വചനാഭിഷേകം കൊണ്ട് നിറഞ്ഞ് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഈശോയുടെ മുൻപിൽ കരങ്ങളൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുക. വിസ്മയിപ്പിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ് തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നിന്റെ എല്ലാ രോഗങ്ങളെയും, നിന്റെ സങ്കടങ്ങളെയും, നിന്റെ രോധനങ്ങളെയും ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ്. മോനെ, മോളെ, നിനക്കെന്താണെന്ന് കർത്താവിനോട് ചോദിക്കാനുള്ളത്? നീ വിശ്വാസത്തോടെ ചോദിച്ചു കൊള്ളുവിൻ. അപ്പോൾ കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടും. നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവനാണ്, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ് ദൈവം. ആ ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെട്ട് നിന്നുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടെ നിന്ന് തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് എൻ്റെ ഈ ആകുലതകൾ, രോഗങ്ങളൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈശോ, അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ സ്വർഗം തുറക്കപ്പെട്ട വചനഭാഗങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ സ്വർഗം ഞങ്ങളുടെ വീടിന്റെ മേൽ തുറക്കപ്പെടട്ടെ. കർത്താവേ, പലവിധ പീഡകളാൽ ഞങ്ങൾ വിഷമിക്കുന്നവരാണ്. കർത്താവേ, പലവിധ രോഗങ്ങളാൽ ഞങ്ങൾ തളരുന്നവരാണ്. കർത്താവേ, ശത്രുദോഷങ്ങൾ നിമിത്തം ഞങ്ങൾ വിഷമിക്കുന്നവരാണ്. കർത്താവേ, കടബാധ്യതകൾ ഞങ്ങളെ കാർന്ന് തിന്നുന്നുണ്ട്. കർത്താവേ, അവിടെ എല്ലാം ഞങ്ങൾക്ക് ആശ്രയം നീയാണ്. കർത്താവേ, നിന്റെ നാമമാണ്. കർത്താവേ, നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു. കർത്താവേ, എല്ലാ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാൻ കഴിയുന്നവനാണ് ഈശോ. നിന്റെ നാമത്തിൽ സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ ആകുലതകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ മാനസിക രോഗങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ വിഷാദ രോഗങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ അസൂയകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചോ. വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അതിൽ ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ശക്തനായ കർത്താവാണ്. ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവാണ്. അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്, തന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവമാണ്. ആ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങള് പരിഹരിക്കൽ നിസാരമാണെന്ന് തിരിച്ചറിയ പ്രിയപ്പെട്ടവരെ. കടബാധ്യതകളുള്ള എല്ലാ മക്കളെ കരങ്ങൾ കൂപ്പിപ്പിടിച്ചോ. നിങ്ങളുടെ കടബാധ്യതകള്, കച്ചവട തടസ്സങ്ങൾ,
തടസ്സങ്ങള്, യേശുവേ. തൊഴിൽ തടസ്സങ്ങള്, യേശുവേ. ഇന്ന് യേശുവിന്റെ അഗ്നി അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ബഹിഷ്കരിക്കാൻ കഴിയുന്ന യേശു നാമം എടുത്ത് ഉപയോഗിക്കുന്ന ശുശ്രൂഷയാണ്. ആമേൻ. കർത്താവിന്റെ അഗ്നി അങ്ങോട്ട് വന്ന് ഇറങ്ങട്ടെ. ആമേൻ. എല്ലാ തിന്മകളെ കത്തിച്ചാമ്പലാക്കട്ടെ. ആമേൻ. എല്ലാ തടസ്സങ്ങളെ കത്തിച്ച് ചാമ്പലാക്കട്ടെ. ആമേൻ. യേശുവിന്റെ അധികാരം ഉപയോഗിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നു. ആമേൻ. യേശുവിന്റെ കൂദാശ ഉപയോഗിക്കുന്നു. ആമേൻ. നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ മേലുള്ള തിന്മകൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ മേലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ തളർച്ചകൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ. നിങ്ങളുടെ മേലുള്ള ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ. ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ. ക്ഷുദ്രക്രിയകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിളിക്കുന്നു, വിളിക്കുന്നു, വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവിന്റെ മുൻപില് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം, അത്ഭുതം നടക്കുന്നു. അത്ഭുതം നടക്കട്ടെ. യേശുനാമത്തിന്റെ അധികാരം, യേശുനാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി. ഹല്ലേലൂയ, യേശുനാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി നിന്റെ മേൽ വന്ന് നിറയട്ടെ. ആമേൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളും കർത്താവിന്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് പാടിക്കേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേല്, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേല് കരുണയായിരിക്കണമേ ദൈവമേ. കരുണ തോന്നണേ യേശുവേ, യേശുവേ, യേശുവേ. എന്നിൽ, അലിവു തോന്നണേ. ചെകിടന് കേൾവി ശക്തി കൊടുത്ത ദൈവം, കുരുടന് കാഴ്ച ശക്തി കൊടുത്ത ദൈവം, തളർവാദ രോഗികളെ സുഖപ്പെടുത്തിയ ദൈവം നിന്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കട്ടെ. കരുണ തോന്നണേ. എല്ലാ കടബാധ്യതരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. എന്നിൽ, അലിവു തോന്നണേ. എല്ലാ കർഷകരും, മത്സ്യത്തൊഴിലാളികള്, വിദേശത്തുള്ളവര്, മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവര്, കർത്താവേ, എല്ലാ മക്കളും നിന്റെ മേൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, എല്ലാ മക്കളെ കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈശോയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴ് അതുപോലെ ശക്തികളെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. യേശുവേ, ഈശോ. ഞങ്ങളുടെ അപകർഷത ബോധങ്ങള്, ഞങ്ങളുടെ ഭയങ്ങള്, ഞങ്ങളുടെ വഴക്കുകള്, ഞങ്ങളുടെ ദുഷ്ടതകൾ എല്ലാം കത്തിച്ചാമ്പലാകട്ടെ. ഈശോ, കരുണ തോന്നണേ. കുടുംബജീവിതത്തിലെ ബന്ധങ്ങളിൽ വന്ന പാളിച്ചകള് അതിന്റെ മേൽ യേശുവിന്റെ കരുണ വന്ന് നിറയട്ടെ. എന്നിൽ, അലിവു തോന്നണേ. ക്ഷമിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്, വിട്ടുകൊടുക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ. ഈശോ, യേശുവേ, ഈശോ, ഈശോ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കാൽവരി നാദാ കരുണാമയ കനിയേണമേ സ്നേഹനാദ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ വചനമാ ആത്മാവിൻ